ഒരിക്കൽ എൻ്റെ മക്കളോട് ഞാൻ ഇങ്ങനെ പറയും, എൻ്റെ ജീവൻ പണയപ്പെടുത്തിയാണ് നിങ്ങളെ സംരക്ഷിച്ചതെന്നും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നല്ല ഭാവിക്കും വേണ്ടി ഞാൻ എല്ലാം തന്നു കഴിഞ്ഞുവെന്നും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടപ്പോഴെല്ലാം അതിനെ മറികടന്നു വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നും ഇപ്പോൾ ഞാൻ ക്ഷീണിതനാണെങ്കിലും നിങ്ങളോടൊപ്പമുള്ളപ്പോൾ ശക്തനാണെന്നും ഇനി മരണപ്പെട്ടു പോകാൻ പേടിയില്ല എന്നും എന്നാൽ നിങ്ങളെ വിട്ടു പിരിയാൻ മനസ്സില്ല എന്നുമൊക്കെ അവരോട് പറയണം. ഇതെല്ലാം ഒരു പിതാവിന്റെ കടമയാണെന്ന് തോന്നിയേക്കാം. അതിനേക്കാൾ ഉപരി നിങ്ങൾ എൻ്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. എന്താ ശരിയല്ലേ? എന്നാലോചിച്ചോക്കെ. ഒരിക്കൽ എൻ്റെ മക്കളോട് ഞാൻ ഇങ്ങനെ പറയും, എൻ്റെ ജീവൻ പണയപ്പെടുത്തിയാണ് നിങ്ങളെ സംരക്ഷിച്ചതെന്നും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നല്ല ഭാവിക്കും വേണ്ടി ഞാൻ എല്ലാം തന്നു കഴിഞ്ഞുവെന്നും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടപ്പോഴെല്ലാം അതിനെ മറികടന്നു വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നും ഇപ്പോൾ ഞാൻ ക്ഷീണിതനാണെങ്കിലും നിങ്ങളോടൊപ്പമുള്ളപ്പോൾ ശക്തനാണെന്നും ഇനി മരണപ്പെട്ടു പോകാൻ പേടിയില്ല എന്നും എന്നാൽ നിങ്ങളെ വിട്ടു പിരിയാൻ മനസ്സില്ല എന്നുമൊക്കെ അവരോട് പറയണം. ഇതെല്ലാം ഒരു പിതാവിന്റെ കടമയാണെന്ന് തോന്നിയേക്കാം. അതിനേക്കാൾ ഉപരി നിങ്ങൾ എൻ്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. എന്താ ശരിയല്ലേ? എന്നാലോചിച്ചോക്കെ.